Hi everyone, this is Yabin from Evika. നമ്മുടെ ഇത്രയും സ്റ്റൈലിഷായ ഒരു കോണ്ടാക്ട് പോസ്റ്ററും ഇതേപോലെ സ്റ്റൈലിഷായ ഒരു വാച്ച് ഫേസും നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ടൈം അല്ലെങ്കിൽ ഹോളിഡേ ടൈം അനുബന്ധിച്ച് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങൾ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് കുറേ കൂട്ടുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഫോൺ ആപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫോൺ ആപ്പിൽ കോണ്ടാക്ട് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് വരാം. ഇവിടെ വന്നതിന് ശേഷം ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ കുറേയധികം ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ക്യാമറ, ഫോട്ടോസ്, മെമ്മോജി, മോണോഗ്രാം. ഇവിടെ ഈ പറയുന്ന മെമ്മോജി ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മെമ്മോജി ഓപ്ഷൻസിൽ നമ്മുടെ എഡിറ്റിലാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. 3 ഡോട്ടിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഈ ഒരു മെമ്മോജിയിൽ നമ്മൾ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കുന്നത് ഹെഡ്വെയർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ്. നമുക്കിവിടെ കുറേയധികം ഹെഡ്വെയർ ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സാന്റാ ക്ലോസിൻ്റെ ആ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ആ ഒരു സാന്റാ ക്ലോസിൻ്റെ ഹെഡ്വെയർ എന്ന് പറയുന്ന ആ ഒരു ക്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കളറ് നമ്മുടെ വൈറ്റ് ആൻഡ് വൈറ്റിലാണ് നിൽക്കുന്നത്. കാരണം മെയിൻ, സെക്കൻഡ്, തേർഡ് എന്നുള്ള 3 കളർ ഓപ്ഷൻസിലും വൈറ്റ് ആൻഡ് റെഡ് ആണ് ഇരിക്കുന്നത്. ഇവിടെ ഈ ഒരു മെയിൻ എന്നുള്ള കളർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ റെഡ് കളർ നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കളർ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ സെക്കൻഡ് കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം വൈറ്റ് ആക്കുക. തേർഡ് കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം റെഡ് ആക്കുക. ഇങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ ഹെഡ്വെയർ സെക്ഷൻ നമ്മൾ കറക്റ്റാക്കി വെക്കുകയാണെങ്കിൽ ഈ ഒരു തൊപ്പി നമുക്ക് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ മെമ്മോജിയുടെ ആ ഒരു ഡ്രസ്സിങ്ങും നമുക്കൊന്ന് മാറ്റാം. ഇതിനുശേഷം നമ്മൾ താഴത്തേക്ക് പോകാം. ഇവിടെ കുറേയധികം ഡ്രസ്സിങ് ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്വെറ്റ് ഷർട്ട് ലഭിക്കുന്നുണ്ട്, ഒരു ടീസ് കിട്ടുന്നുണ്ട്, അതേപോലെ നമുക്ക് ഇവിടെ ഒരു ഹുഡി കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഒരു ഹുഡി സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പൊക്കത്തേക്ക് പോകാം. ഇവിടെയും നമുക്ക് മെയിൻ, സെക്കൻഡ്, തേർഡ് എന്ന ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു മെയിൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം കളറ് നമ്മൾ റെഡിലേക്ക് മാറ്റി. സെക്കൻഡ് നമുക്കൊരു വൈറ്റിലേക്കോ അല്ലെങ്കിൽ ബ്ലാക്കിലേക്കോ മാറ്റാം. നമ്മുടെ സിപ്പർ ആ ഒരു ബ്ലാക്കിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ തേർഡ് സെലക്ട് ചെയ്യാം. തേർഡ് സെലക്ട് ചെയ്ത് ബ്ലാക്ക് ആക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഹുഡിയുടെ ആ 2 വള്ളികളും നമുക്ക് ഇപ്പോൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. അത് നമുക്ക് വൈറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ മെമ്മോജിയുടെ ഡ്രസ്സിങ്ങും അതേപോലെ ഹെഡ്വെയറും നമ്മൾ ആ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഡൺ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു വൈഡ് വെറൈറ്റി ഓഫ് നമ്മുടെ ഈ മെമ്മോജി സെലക്ഷൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മെമ്മോജീസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന മെമ്മോജി നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ ബട്ടൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ അനുസരിച്ച് നമുക്ക് പുതിയൊരു മെമ്മോജിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മെമ്മോജി സെലക്ട് ചെയ്യാണ്. നമുക്കൊരു പുതിയ മെമ്മോജി സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു മെമ്മോജി സെലക്ട് ചെയ്തു. ഈ ഒരു മെമ്മോജി സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ കോണ്ടാക്ട് പോസ്റ്റിൻ്റെ ആ ഒരു ബാക്ക് ഡ്രോപ്പ് ഗ്രേഡിയൻറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു കളർ പലറ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കളർ പലറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു കളർ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഡ് എന്ന കളർ വരും. അതിനുശേഷം നമുക്ക് ഈ റെഡ് കളേഴ്സ് നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് ഈ ഒരു കളർ ഷെയ്ഡിലേക്കും കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇനി മുതൽ കോണ്ടാക്ട് പോസ്റ്ററിൽ നമുക്ക് ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ക്രിസ്മസ് വീക്കെൻഡ് സ്റ്റൈല് നമ്മുടെ മെമ്മോജീസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വാച്ചിലും ഈ പറഞ്ഞ വാച്ച് ഫേസ് സാന്റാ ക്ലോസിൻ്റെ ആ ഒരു ഭംഗിയിലേക്കും കൊണ്ടുവരാൻ പറ്റും. അതിന് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഈ പറഞ്ഞ വാച്ച് ആപ്പിലേക്ക് നമുക്ക് പോവാം. വാച്ച് ആപ്പിൽ വാച്ച് ഗാലറിയിൽ മെമ്മോജീസ് എന്ന ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു മെമ്മോജീസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പുതിയ എമോജി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു മെമ്മോജി നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏത് കളർ വേണം, ഇപ്പോൾ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ സെലക്ട് ചെയ്യാം. ആ ഒരു കളറിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് അതനുസരിച്ച് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഞാൻ റെഡാണ് ചൂസ് ചെയ്തെങ്കിൽ ആ റെഡ് നമുക്ക് ആ ഒരു കളർ ഇൻറ്റൻസിറ്റി നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ആഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാച്ച് ഫേസ്
ആ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഈ ഒരു ചെറിയ ലാഗ് നമ്മുടെ വാച്ച് ഫേസ് കളക്ഷനിലേക്ക് വരാനുണ്ടാവും. അത് നോർമലാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഈ ഒരു വാച്ച് ഫേസ് ആ ഒരു ക്രിസ്മസ് തീമിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു വാച്ച് ഫേസും അതേപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടിഫുള്ളായ കോണ്ടാക്ട് പോസ്റ്ററും എനിക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കോണ്ടാക്ട് പോസ്റ്റർ അല്ലെങ്കിൽ ഈ പറയുന്ന ഫേസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ക്രിസ്മസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളായിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതേപോലുള്ള അടിപൊളി വീഡിയോസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതല്ല നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. This is Vibin Xavier signing from Evica.